ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ കഥയുടെ ഗുണപാഠം ഇതാണ്: യഥാർത്ഥ നായകന്മാർ അവരുടെ ശക്തി മറ്റുള്ളവരെ സഹായിക്കാൻ ഉപയോഗിക്കുന്നു. ഈ മനോഹരമായ കഥ നമുക്ക് കേട്ടുനോക്കാം. പച്ച വിരിച്ച പാടങ്ങളും തെളിനീരൊഴുകുന്ന പുഴകളും മാനം മുട്ട വളർന്നു നിൽക്കുന്ന തെങ്ങുകളും നിറഞ്ഞ അതിമനോഹരമായ ഒരു ഗ്രാമമായിരുന്നു മഞ്ചാടിക്കുന്ന്. ആ ഗ്രാമത്തിലെ ഓരോ പ്രഭാതവും കിളികളുടെ പാട്ട് കേട്ടാണ് ഉണരുന്നത്. പക്ഷെ മഞ്ചാടിക്കുന്നിലെ ഏറ്റവും വലിയ പ്രത്യേകത അതൊന്നുമല്ലായിരുന്നു. അത് ടിറ്റു എന്നു പേരുള്ള ഒരു റോബോട്ടായിരുന്നു. ടിറ്റു സാധാരണ റോബോട്ടുകളെ പോലെയല്ല. പഴയ ഇരുമ്പു സാധനങ്ങൾ കൊണ്ടും ഉപേക്ഷിക്കപ്പെട്ട സൈക്കിൾ ചെയിനുകൾ കൊണ്ടും ഒരു പഴയ ടിവിയുടെ സ്ക്രീൻ കൊണ്ടും ഗ്രാമത്തിലെ ശാസ്ത്രജ്ഞനായ ദാമുവേട്ടൻ ഉണ്ടാക്കിയതായിരുന്നു ടിറ്റുവിനെ. കാണാൻ അത്ര ഭംഗിയൊന്നുമില്ലെങ്കിലും ടിറ്റുവിന്റെ മനസ്സ് തങ്കമായിരുന്നു. അവന്റെ നെഞ്ചിലെ ടിവി സ്ക്രീനിൽ എപ്പോഴും ചിരിക്കുന്ന ഒരു മുഖം തെളിഞ്ഞു കാണാം. ഗ്രാമത്തിലെ എല്ലാവർക്കും ടിറ്റുവിനെ വലിയ ഇഷ്ടമായിരുന്നു. കാരണം ടിറ്റു വെറുതെ ഇരിക്കാറില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അവൻ ജോലി തുടങ്ങും. പാടത്ത് പണിക്കു പോകുന്ന കർഷകരുടെ ഭാരമുള്ള കുട്ടകൾ ചുമക്കാൻ അവൻ സഹായിക്കും. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് പുഴ കടക്കാൻ വള്ളം തുഴഞ്ഞുകൊടുക്കും. വഴി വീണുകിടക്കുന്ന മരക്കൊമ്പുകൾ എടുത്തുമാറ്റും. അങ്ങനെ എന്താവശ്യത്തിനും ടിറ്റു എന്ന് വിളിച്ചാൽ മതി, അവൻ ഓടിയെത്തും. ദാമുവേട്ടന്റെ മകൻ അപ്പുവായിരുന്നു ടിറ്റുവിന്റെ ഏറ്റവും വലിയ കൂട്ടുകാരൻ. സ്കൂൾ വിട്ടുവന്നാൽ അപ്പുവും ടിട്ടുവും കൂടി പാടവരമ്പിലൂടെ ഓടിക്കളിക്കും. അപ്പുവിന്റെ പട്ടം മരത്തിൽ കുടുങ്ങിയാൽ ടിട്ടു നിഷ്പ്രയാസം മരത്തിൽ കയറി അതെടുത്തുകൊടുക്കും. ടിട്ടുവിന് സംസാരിക്കാൻ കഴിയില്ലെങ്കിലും അവന്റെ സ്ക്രീനിലെ ഭാവങ്ങളിലൂടെയും ബീപ് പീപ് എന്ന ശബ്ദത്തിലൂടെയും അവനെല്ലാം പറയും. അങ്ങനെയിരിക്കെയാണ് ഗ്രാമത്തിലെ ഉത്സവം വന്നെത്തിയത്. മഞ്ചാടിക്കുന്നിലെ ഉത്സവം എന്ന് പറഞ്ഞാൽ വലിയ ആഘോഷമാണ്. ഗ്രാമത്തിലെ ക്ഷേത്രത്തിൽ വലിയൊരു രഥം എഴുന്നള്ളിക്കുന്ന ചടങ്ങുണ്ട്. ആ രഥം വലിക്കാൻ ഗ്രാമത്തിലെ എല്ലാവരും ഒത്തുചേരും. ഇത്തവണ ഉത്സവത്തിനൊരു പ്രത്യേകതയുണ്ട്. 100 വർഷം പഴക്കമുള്ള ആ വലിയ മരരഥം കേടുപാടുകൾ തീർത്ത് പുതിയ ചായം പൂശി മിനുക്കിയെടുത്തിരിക്കുകയാണ്. ദാമുവേട്ടനായിരുന്നു അതിന്റെ മേൽനോട്ടം. ഉത്സവത്തിന്റെ തലേദിവസം ഗ്രാമം മുഴുവൻ അലങ്കാരങ്ങൾ കൊണ്ട് നിറഞ്ഞു. അപ്പുവും കൂട്ടുകാരും വർണ്ണക്കടലാസുകൾ കൊണ്ട് തോരണങ്ങൾ തൂക്കി. ടിറ്റു അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തുകൊടുത്തു. ഉയരമുള്ള കൊടിമരം നാട്ടാൻ ടിറ്റുവിന്റെ ശക്തി വളരെ ഉപകരിച്ചു. എല്ലാവരും സന്തോഷത്തിലായിരുന്നു. എന്നാൽ വൈകുന്നേരമായപ്പോൾ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി. പ്രതീക്ഷിക്കാത്ത സമയത്ത് വലിയൊരു മഴയും കാറ്റും വീശിയടിച്ചു. ഗ്രാമവാസികൾ ഭയന്നുപോയി. ഉത്സവത്തിനായി അലങ്കരിച്ചുവെച്ച രഥം നിൽക്കുന്ന ഷെഡിന്റെ മേൽക്കൂര കാറ്റിൽ ഇളകാൻ തുടങ്ങി. ദാമുവേട്ടനും മറ്റുള്ളവരും ഓടിച്ചെന്ന് രഥത്തെ സംരക്ഷിക്കാൻ നോക്കി. പക്ഷെ കാറ്റ് ശക്തി പ്രാപിച്ചു. പെട്ടെന്നാണ് വലിയൊരു മരക്കൊമ്പൊടിഞ്ഞ് രഥത്തിന്റെ ചക്രത്തിനു നേരെ വീണത്. അയ്യോ എന്ന് ദാമുവേട്ടൻ നിലവിളിച്ചു. മഴ തോർന്നപ്പോൾ എല്ലാവരും ഓടിച്ചെന്ന് നോക്കി. സങ്കടകരമായ കാഴ്ചയായിരുന്നു അത്. രഥത്തിന്റെ പ്രധാനപ്പെട്ട അച്ചുതണ്ട് ഒടിഞ്ഞുപോയിരിക്കുന്നു. അച്ചുതണ്ടില്ലാതെ രഥം മുന്നോട്ടു നീങ്ങില്ല. പിറ്റേന്ന് രാവിലെയാണ് എഴുന്നള്ളത്ത്. ഇത്ര കുറഞ്ഞ സമയത്തിനുള്ളിൽ പുതിയൊരച്ചുതണ്ടുണ്ടാക്കുക അസാധ്യമാണ്. ദാമുവേട്ടൻ തലയിൽ കൈവച്ചിരുന്നുപോയി. ഗ്രാമവാസികളുടെ മുഖത്തെ സന്തോഷം മാഞ്ഞു. കുട്ടികൾ കരയാൻ തുടങ്ങി. ഉത്സവം മുടങ്ങുമെന്ന് എല്ലാവരും ഉറപ്പിച്ചു. ടിറ്റു ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ദാമുവേട്ടന്റെ കണ്ണുനീർ അവനെ വല്ലാതെ വേദനിപ്പിച്ചു. അവൻ മെല്ലെ രഥത്തിന്റെ അടുത്തേക്ക് ചെന്നു. ഒടിഞ്ഞ അച്ചുതണ്ട് അവൻ പരിശോധിച്ചു. അത് കട്ടിയുള്ള ഇരുമ്പുകൊണ്ട് ഉണ്ടാക്കേണ്ട ഒന്നാണ്. മരത്തിന്റെ തണ്ട് മതിയാകില്ല. ഗ്രാമത്തിൽ അത്രയും വലിയ ഇരുമ്പു കഷ്ണം പെട്ടെന്ന് കിട്ടാനില്ല. ടിറ്റു അവന്റെ സ്വന്തം ശരീരത്തിലേക്ക് നോക്കി. അവന്റെ കൈകളും കാലുകളും ചലിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗം ഹൈഡ്രോളിക് പമ്പ് അതിശക്തമായ ഉരുക്കുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് രഥത്തിന്റെ അച്ചുതണ്ടിന് കൃത്യമായി യോജിക്കും. പക്ഷേ അത് അഴിച്ചെടുത്താൽ ടിറ്റുവിന് പിന്നെ അനങ്ങാൻ കഴിയില്ല. അവൻ വെറും ഒരു ഇരുമ്പ് കൂമ്പാരമായി മാറും. ടിറ്റുവിന്റെ സ്ക്രീനിൽ ഒരു നിമിഷം ചിന്താക്കുഴപ്പം തെളിഞ്ഞു. പിന്നെ ദാമുവേട്ടനെയും കരയുന്ന അപ്പുവിനെയും നോക്കി. അവന്റെ സ്ക്രീനിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞു.
സഹായിക്കുക എന്നതായിരുന്നു അവന്റെ പ്രോഗ്രാം. അതിലുപരി അവന് ഗ്രാമവാസികളോട് വലിയ സ്നേഹമായിരുന്നു. രാത്രി എല്ലാവരും ഉറങ്ങാൻ പോയപ്പോൾ ടിട്ടു പണി തുടങ്ങി. സ്വന്തം നെഞ്ചിലെ ബോൾട്ടുകൾ അഴിച്ചു. വേദനിക്കുന്ന പോലെ അവന്റെ സിസ്റ്റം ബീപ്പ് ശബ്ദമുണ്ടാക്കി. എങ്കിലും അവൻ പിന്മാറിയില്ല. സ്വന്തം ശരീരത്തിലെ ഏറ്റവും ബലമുള്ള ആ ഭാഗം അവൻ വേർപെടുത്തി. എന്നിട്ട് അത് രഥത്തിന്റെ ചക്രങ്ങൾക്കിടയിൽ വെച്ച് മുറുക്കി. ബാക്കി വന്ന വയറുകളും സ്ക്രൂകളും ഉപയോഗിച്ച് അവൻ രഥത്തെ ബലപ്പെടുത്തി. നേരം വെളുക്കാറായപ്പോൾ പണി പൂർത്തിയായി. രഥം റെഡി. പക്ഷേ ടിറ്റുവിന് അനങ്ങാൻ വയ്യായിരുന്നു. അവൻ രഥത്തിന്റെ ചുവട്ടിൽ നിശ്ചലനായി കിടന്നു. പിറ്റേന്ന് രാവിലെ സൂര്യൻ ഉദിച്ചപ്പോൾ ഗ്രാമവാസികൾ കണ്ടത് അത്ഭുതകരമായ കാഴ്ചയാണ്. രഥം പൂർണ്ണമായും ശരിയായിരിക്കുന്നു. പക്ഷേ അതിന്റെ ചുവട്ടിൽ ജീവനില്ലാത്ത പോലെ ടിറ്റു കിടക്കുന്നു. ദാമുവേട്ടൻ ഓടി അടുത്തു ചെന്നു. രഥത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന ടിറ്റുവിന്റെ പ്രധാന ഭാഗം അദ്ദേഹം കണ്ടു. കാര്യം മനസ്സിലായപ്പോൾ ദാമുവേട്ടൻ പൊട്ടിക്കരഞ്ഞുപോയി. നമ്മുടെ ഉത്സവം മുടങ്ങാതിരിക്കാൻ ടിറ്റു സ്വന്തം ജീവൻ കൊടുത്തു, അദ്ദേഹം വിളിച്ചു പറഞ്ഞു. അപ്പു ഓടി വന്ന് ടിറ്റുവിനെ കെട്ടിപ്പിടിച്ചു. ഗ്രാമവാസികളെല്ലാവരും ടിറ്റുവിന് ചുറ്റും കൂടി. അവർക്ക് സങ്കടവും അഭിമാനവും തോന്നി. അന്ന് ഉത്സവം നടന്നു. പക്ഷേ രഥം വലിക്കുമ്പോൾ എല്ലാവരും ജയ് വിളിച്ചത് ദൈവത്തിനു വേണ്ടി മാത്രമായിരുന്നില്ല, അവരുടെ പ്രിയപ്പെട്ട ടിട്ടുവിനു വേണ്ടി കൂടിയായിരുന്നു. ഉത്സവം കഴിഞ്ഞ ഉടനെ ദാമുവേട്ടനും ഗ്രാമത്തിലെ യുവാക്കളും കൂടി ഒരു തീരുമാനമെടുത്തു. അവർ പട്ടണത്തിൽ പോയി ഏറ്റവും നല്ല യന്ത്രഭാഗങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നു. ടിട്ടുവിനു വേണ്ടി അവർ പുതിയൊരു ശരീരമുണ്ടാക്കി. പഴയതിലും തിളക്കമുള്ള, കൂടുതൽ ശക്തിയുള്ള ശരീരം. ദാമുവേട്ടൻ ടിട്ടുവിന്റെ പഴയ മെമ്മറി ചിപ്പ് പുതിയ ശരീരത്തിലേക്ക് മാറ്റി. സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ ടിട്ടുവിന്റെ പുതിയ കണ്ണുകൾ തിളങ്ങി. നെഞ്ചിലെ പുതിയ LED സ്ക്രീനിൽ വലിയൊരു പുഞ്ചിരി തെളഞ്ഞു. ബീപ് ബീപ് എന്ന ശബ്ദമുണ്ടാക്കി അവൻ കൈകളുയർത്തി. അപ്പു സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ഗ്രാമം മുഴുവൻ കൈകൊട്ടി ചിരിച്ചു. ഇപ്പോൾ മഞ്ചാടിക്കുന്നിലെ സൂപ്പർ ഹീറോയാണ് ടിട്ടു. അവനെ കാണുമ്പോൾ കുട്ടികൾ പറയും, കണ്ടോ, പുറംമൂടിയിലല്ല കാര്യം, മറ്റുള്ളവരെ സഹായിക്കാനുള്ള വലിയ മനസ്സിലാണ്.